കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത്? ഈ വൈബ്രേറ്റർ ഒക്കെ വരുന്നതിന് മുമ്പ് നാം എങ്ങനെയായിരുന്നു കോൺക്രീറ്റിനെ ബലവത്താക്കി തീർത്തിരുന്നത്? കമ്പി ഉപയോഗിച്ച് കോൺക്രീറ്റിൽ നല്ലതുപോലെ കുത്തി കോൺക്രീറ്റിനുള്ളിലെ വായുവിനെ പുറംതള്ളി കോൺക്രീറ്റിനെ കൂടുതൽ ഉറപ്പും ഈടു നിൽക്കത്തക്കതും ആക്കി തീർക്കുകയായിരുന്നു നാം പണ്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി, കമ്പിക്ക് പകരം വൈബ്രേറ്റർ വന്നു. പക്ഷേ ഈ വൈബ്രേറ്റർ ഉപയോഗിക്കുമ്പോൾ നാം തീർച്ചയായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും നമുക്ക് നൽകുക. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്ററിന്റെ നീഡിലിന്റെ ഹെഡ് പൂർണ്ണമായും കോൺക്രീറ്റിൽ മുങ്ങിയിരിക്കണം. 5 മുതൽ 10 സെക്കൻഡ് വരെ മാത്രമേ ഒരു പൊസിഷനിൽ വൈബ്രേഷൻ ചെയ്യുവാൻ പാടുള്ളൂ. അടുത്ത പൊസിഷനിലേക്ക് നീക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുറഞ്ഞത് 15 സെന്റിമീറ്റർ എങ്കിലും അകലം പാലിച്ചുകൊണ്ടായിരിക്കണം വൈബ്രേഷൻ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, വൈബ്രേറ്ററിന്റെ നീഡിൽ 90 ഡിഗ്രി കോൺക്രീറ്റിലേക്ക് ഇറക്കി വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ കമ്പിക്ക് മുകളിലൂടെ വൈബ്രേറ്റർ വലിച്ചു നീക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈബ്രേറ്ററിനെ പൊക്കി മാത്രം മാറ്റിവെക്കുക. ഒരു പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്ത് മറ്റൊരു പൊസിഷനിലേക്ക് നീക്കുന്നതിന് മുമ്പ് ആദ്യ സ്ഥലത്ത് പൂർണ്ണമായും വൈബ്രേഷൻ ചെയ്തു കഴിഞ്ഞു എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്ററിന്റെ നീഡിൽ ഫോം വർക്കിന്റെ അടിയിൽ തട്ടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ഫോഴ്സിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് തട്ടിന് ബലക്ഷയം സംഭവിക്കുവാൻ ഇടവരുത്തും. അതുപോലെ തന്നെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റീൻഫോഴ്സ്മെന്റിന് ഇടയിൽ കൂടി നാം സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ പൈപ്പുകൾ വൈബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ജോയിന്റുകൾ വിട്ടുപോകാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് നേരത്തെ തന്നെ പൈപ്പുകൾ പോയിരിക്കുന്ന പൊസിഷൻ നാം മനസ്സിലാക്കിയിട്ട് വേണം ആ സ്ഥലങ്ങളിൽ വൈബ്രേഷൻ ചെയ്യുവാൻ. പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നാം വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോൺക്രീറ്റിന് കൂടുതൽ ഉറപ്പും ഈടും ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.